അർജുൻ രാജ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തേക്കാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. വളരെ വളരെ ദുർബലമായ ഒരു പ്രതിരോധമാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടതും. അതിനുശേഷമാണ് അദ്ദേഹം തലസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. എന്താണ് തലസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? എന്തിനാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്? ലക്ഷ്മി, രാഹുലിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. തലസ്ഥാനത്തേക്കാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. MLA ഹോസ്റ്റലും ആണ് ഒന്നാമത്തെ അദ്ദേഹം എത്താനുള്ളൊരു സാധ്യത. രണ്ടാമത്തേത് കിളിമാനൂരിലുള്ള അമ്മ വീടാണ്. ഈ രണ്ടിടത്തേക്ക് ഏതെങ്കിലും ഒരിടത്തേക്ക് രാഹുൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. MLA ഹോസ്റ്റലാണെങ്കിൽ കുറെ കൂടി സുരക്ഷിതനായിട്ട് ഇരിക്കാമെന്ന് അദ്ദേഹം കരുതുന്നുണ്ടാവും. കാരണം മാധ്യമങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനം ഇല്ലാത്ത സ്ഥലമാണ് MLA ഹോസ്റ്റൽ. അതുകൊണ്ട് കുറെ കൂടി സുരക്ഷിതമായി ഈ ചോദ്യങ്ങളെ വകവയ്ക്കാതെ ഇരിക്കാൻ കഴിയുന്ന സൗകര്യം എന്ന നിലയ്ക്ക് ഒരു പക്ഷേ MLA ഹോസ്റ്റൽ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ കിളിമാനൂരിലെ അമ്മ വീട്ടിലേക്കായിരിക്കും അദ്ദേഹം പോകാനുള്ള സാധ്യത. എന്തായാലും തിരുവനന്തപുരത്തേക്കാണെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതേ സമയത്ത് തന്നെ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ദുർബലമായ പ്രതിരോധം, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്ന രീതിയാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുൻപൊന്നും കാണാത്തൊരു ശരീരഭാഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറെ കൂടി വൈകാരികമായി സംസാരിച്ച് ഒരു തരത്തിലൊരു ഇരുവാദമാണ് മുന്നോട്ടേക്ക് അദ്ദേഹം വെക്കാൻ ശ്രമിച്ചത്. ഒപ്പം അതിനുശേഷമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം ആ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശം, അതിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത്, അവരെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി, അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കാതെ ഈ അവന്തികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിലൊരു ഗൂഢാലോചന ഉണ്ടായെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണം മാത്രം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞ് പോകുകയാണ് ഉണ്ടായത്. അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന അത്രയും വലിയ ശക്തമായ വാദമായി കാണാനും കഴിയില്ല. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവുകൾ ശബ്ദങ്ങളായി പുറത്തു നിൽക്കുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസിനകത്ത് നേതാക്കന്മാർക്കിടയിൽ ഒക്കെ പൊതുവായി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ഒരു പൊതു ധാരണ രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിച്ച സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അക്കാര്യം വ്യക്തമാക്കി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അതിന് സൂചന നൽകുന്ന തരത്തിലുള്ള നിലപാട് എടുത്തു. അതിന് പുറമെ KPCCയിലെ പ്രതിപക്ഷ നേതാവും സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കൾ മുതിർന്ന KPCC നേതാക്കളെയും മുൻ KPCC അധ്യക്ഷന്മാരെയും ഒക്കെ ഫോണിൽ വിളിച്ച് ഇതിലെ നിലപാട് ആരാഞ്ഞിരുന്നു. അതിൽ രമേശ് ചെന്നിത്തലയുണ്ട്. രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിൽ അടിയന്തരമായി രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. VM സുധീരൻ സമാനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. K മുരളീധരൻ അത് പരസ്യമായി പറഞ്ഞു. അങ്ങനെ പൊതുവായി കോൺഗ്രസ് നേതൃത്വത്തിന് ഒന്നാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന നിലപാട് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത് ഇനി ദീപാദാസ് മുൻഷിക്ക്, കേരളത്തിന്റെ ചുമതലയുള്ള അവർക്ക് കൈമാറും. അതിനുശേഷം AICC ഒരു തീരുമാനമെടുക്കും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു പ്രഖ്യാപനമായിരിക്കും ഇനി വരാനുള്ളതെന്ന് ഇവരുടെ ശരീരഭാഷ കൊണ്ട് നമുക്ക് പറയാനും കഴിയും. അതേസമയത്ത് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിലൊരു പ്രതികരണം നടത്താത്തതും ശ്രദ്ധേയമായി തന്നെ കാണണം. കാരണം ഇതിലൊരു തീരുമാനമുണ്ടായി, ഇനി പ്രതികരിച്ചാൽ മതി എന്ന ശരീരഭാഷ പ്രതിപക്ഷ നേതാവിന് ഉള്ളതുപോലെയാണ് തോന്നുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ മറ്റു നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ വൈകാതെ തന്നെ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള തീരുമാനമാണ് പറയുന്നത്. വൈകാതെ തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തേക്ക് തിരിക്കുന്നതും. രാഹുലിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം രാഹുൽ ഒരു പക്ഷേ രാജിപ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ച ഇടത്തു നിന്നാണ് അദ്ദേഹം തിരിച്ച് മറുപടിയായിട്ട് അല്ലെങ്കിൽ തെളിവുകളുമായി പുറത്തേക്ക് വരുന്നത്. അത് ഇതുകൊണ്ട് നിർത്താനൊന്നും താല്പര്യമില്ല എന്ന തരത്തിലേക്ക് കുറെ കൂടി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ് അങ്ങനെയല്ല കരുതിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കടുത്ത നടപടി ഉണ്ടാകണം. അത് MLA സ്ഥാനം രാജിവെക്കണമെന്ന തരത്തിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിനിടയിൽ ഒരു പൊതുധാരണ രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്മി. അർജുൻ, വളരെ വളരെ ദുർബലമായ പ്രതിരോധമാണ് നമ്മൾ കണ്ടത്. ഏതാണ്ട് 9 പരാതികളോളം AICC നേതൃത്വത്തിന് മുന്നിൽ തന്നെയുണ്ട്. നമുക്ക് മുന്നിൽ തന്നെ ഇതിനോടകം 5ഓളം പരാതികൾ എത്തിയിട്ടുണ്ട്. പരാതിപ്പെടാത്ത ഒരുപാട് കേസുകളും ഉണ്ട് എന്ന് മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു ഘട്ടത്തിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരേ ഒരു ഓഡിയോ സന്ദേശം കാട്ടിക്കൊണ്ട്, ആ ചാറ്റ് കാണിച്ചുകൊണ്ട് ട്രാൻസ്ഫോമണായിട്ടുള്ള അവന്തിക പറഞ്ഞ കാര്യം തെറ്റാണ്, അതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന് തെളിയിക്കുവാനുള്ള ഒരു ദുർബലമായ ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. അത് അദ്ദേഹം ആ അർത്ഥത്തിൽ ദുർബലം എന്ന് പറയില്ല എങ്കിൽ പോലും കണ്ടു നിൽക്കുന്നവർക്ക് അതൊരു ദുർബലമായ പ്രതിരോധമായിട്ടാണ് അനുഭവപ്പെടുക. ഏതായാലും
ലക്ഷ്മി, തീർച്ചയായും ഈ വിവാദങ്ങളുടെ കുത്തൊടുക്കിൽ രാഹുലിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ചെറിയത് ദുർബലമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒറ്റ കാര്യം ഇതാണെന്ന് പറയേണ്ടി വരും. കാരണം ഇത് രാഹുൽ ആഗസ്റ്റ് 1 സമയത്താണ് ഈ വിഷയം വരുന്നത്. അന്ന് തന്നെ രാഹുൽ ആ തെളിവ് ശേഖരിച്ചു വെച്ചിരുന്നു. അതായത് ഇത്തരത്തിലൊരു സാധ്യത മുൻകൂട്ടി കൊണ്ടാണോ എന്നത് അറിയില്ല. എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ഒരു പക്ഷേ തോന്നിയിരിക്കാം. എന്തായാലും അത് കണക്കിലെടുത്തുകൊണ്ട് കൂടിയായിരിക്കണം, അല്ലെങ്കിൽ അത് ഒരു അസാമാന്യമായിട്ടുള്ള ബുദ്ധി എന്ന നിലയ്ക്ക് കൂടി കാണാം. അത് എടുത്ത് അദ്ദേഹം ശേഖരിച്ചു വെച്ചിരുന്നു. അത് മാത്രമാണ് രാഹുലിന് ഈ ഘട്ടത്തിൽ ഇത്രയും വലിയ വിവാദമുണ്ടായി, ഇത്രയും വലിയ തെളിവുകൾ അദ്ദേഹത്തിനെതിരായി വന്ന് ഇത്രയും വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഏക തെളിവ്, അതിൽ പോലും ഇപ്പോൾ അവധിക പറയുന്നത് പോലും അതൊക്കെ നിഷേധിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒറ്റ തെളിവിൽ അതിൽ മാത്രം നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇന്നലെ സംസാരിച്ചില്ല, ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇന്ന് വന്ന് അക്കാര്യം മാത്രം പറഞ്ഞ് പോകുന്ന സമീപനം സ്വീകരിച്ചു. നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മുന്നിൽ ഒരുപാട് തെളിവുകൾ രാഹുൽ മാങ്കുട്ടത്തിലെ ശബ്ദമായി പുറത്തു വന്ന വെളിപ്പെടുത്തലുകളുണ്ട്. അതിൽ അവരെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത്, അവരെ മർദ്ദിക്കുകയും അവരെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ശബ്ദമായി പുറത്തു വന്ന കാര്യങ്ങളുണ്ട്. അതിലൊന്നും മറുപടി പറയാതെ പറയാനുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന സമീപനം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. അത് എത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധത്തിലാണ്, എത്ര വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്നതുകൂടി തെളിയിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് പ്രതികരിക്കാത്ത ശരീരഭാഷ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് നമ്മളൊക്കെ ഇത് ആദ്യമായിട്ട് കാണുകയായിരിക്കും. അത്രയും മുനവെച്ച് അല്ലെങ്കിൽ ഷാർപ്പായി ആയുധം വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അതൊന്നുമില്ലാതെ ഏറ്റവും വിനയാന്വിതനായി സംസാരിക്കുന്ന ശരീരഭാഷ, അത് ഇത്തരം ആരോപണങ്ങളിൽ അതിൻ്റെ തീവ്രത കൂടി വെളിപ്പെടുത്തുന്നതാണ്. അത് എത്ര ഗൗരവ സ്വഭാവമുള്ളതാണെന്ന് രാഹുലിൻ്റെ ശരീരഭാഷ തന്നെ തെളിയിക്കുന്നതാണെന്ന് പറയേണ്ടി വരും. അത് കോൺഗ്രസ് നേതൃത്വത്തിന് ഒന്നാകെ എതിരായിട്ടുള്ള അല്ലെങ്കിൽ നേതാക്കളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടുകയും അവിടുത്തെ സ്ത്രീ നേതാക്കളൊക്കെ അത് തുറന്ന് പറയുകയും അതിൽ ഉമാ തോമസ് ഒക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഉൾപ്പെടെയുള്ള കടുത്ത നിലപാടിലേക്കൊക്കെ പോകുന്ന അത്രയും വലിയ ഗൗരവമായിട്ടുള്ള വിഷയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇനി നിലപാടെടുക്കേണ്ടത് അല്ലെങ്കിൽ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. അങ്ങനെ പാർട്ടിയിൽ ഒരു തരത്തിൽ ഒറ്റപ്പെട്ട നിലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ മറ്റ് ഇത്രയും ദിവസം നാട്ടിൽ നിന്ന് അതിനുശേഷം 4 ദിവസത്തോളം നാട്ടിൽ മാത്രം തുടർന്ന് അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം വരുന്നത്. ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിളിമാനൂരിലുള്ള വീട്ടിലേക്ക് അദ്ദേഹം പോകും. അതല്ലെങ്കിൽ അർജുനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ആസിഫ് മുഹമ്മദ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ആസിഫ്, തക്ക സമയത്ത് രാജി ഉണ്ടാകും എന്നാണ് KPCC നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. KPCC അധ്യക്ഷൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് തക്ക സമയത്ത് രാജി ഉണ്ടാകും എന്നാണ്. എപ്പോഴാണ് ആ സമയം എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ, അല്ലേ? തീർച്ചയായും നേതൃത്വം ഇപ്പോൾ രാഹുലിൻ്റെ രാജിയിലേക്കെന്നുള്ള ആവശ്യത്തിൽ ഒറ്റക്കെട്ടായി എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ആദ്യ ദിവസങ്ങളിൽ രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ വലിയ ഭിന്നത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയ K മുരളീധരൻ അടക്കമുള്ളവർ ഇപ്പോൾ രാഹുലിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നതിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും അഭിപ്രായത്തിലേക്ക് ഭൂരിഭാഗം നേതാക്കളും എത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ അത് ബൈ ഇലക്ഷൻ എത്തുന്ന സാഹചര്യം വരുമോ എന്നുള്ള ആശങ്കയായിരുന്നു ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത്. അല്ലെങ്കിൽ അത് CPM വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തും, BJP വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തും, അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നുള്ള ഒരു ഭീതി ഒരു വിഭാഗം നേതാക്കൾക്കുണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് ഇത്തരത്തിൽ ഈ രാഹുലിനെതിരായുള്ള ആരോപണങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുകയും വലിയ ക്ഷീണം ചെയ്യുകയും ചെയ്യുമെന്നുള്ള തിരിച്ചറിവിലേക്ക് നേതാക്കൾ എത്തുന്നതാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. പ്രധാനമായും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ എല്ലാവരും ഇന്ന് ഒരേ സ്വരത്തിൽ രാഹുൽ രാജിവെച്ച് പുറത്തു പോകണമെന്ന് പറയുന്നു. രാഹുലിനെതിരെ പരാതി നൽകാൻ സ്ത്രീകൾ തയ്യാറാകണമെന്നുള്ള പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതോടൊപ്പം രാഹുൽ പാർട്ടിയിൽ നിന്നടക്കം മാറി നിൽക്കണമെന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ രാഹുലിനെ പൂർണ്ണമായും കൈവിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് പാർട്ടിയുടെ എല്ലാ തരത്തിലുമുള്ള നേതാക്കൾക്ക് ഉള്ളത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും.